ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ തീരുമാനമായി. അത് ഇന്ന് പോലീസ് സമ്മേളനത്തിൽ വെച്ച് പബ്ലിക്കായിട്ട് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു. എന്തൊരു കഷ്ടമെന്ന് നോക്കിയോണേ. സ്വർണ്ണക്കടത്ത്, മാഫിയ, തൃശ്ശൂർ പൂരം തകർത്തു, സ്വർണ്ണം അടിച്ചു മാറ്റി, വേറൊരു സെപ്പറേറ്റ് വിങ് പോലീസിനകത്ത്, പവർ ഹൗസ്. അൻവർ സാറിന് തീർച്ചയായിട്ടും ഒരു സല്യൂട്ടുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. എനിക്ക് അദ്ദേഹത്തിനോട് ആദരവ് ഉണ്ടായിരുന്നു, അത് 10 മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ധൈര്യം കാണിച്ചു. ഇവിടെ 99 MLA-മാരുണ്ട് ഭരണകക്ഷിക്ക്. മുഖ്യമന്ത്രിയോടുള്ള ആദരവ്, ആ പാർട്ടിയിലെ ആ ഒരു ഇന്റഗ്രിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരാരും തന്നെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും പുറത്ത് പറയുന്നില്ലായിരുന്നു. കാരണം എനിക്കൊരു സീറ്റ് ഉണ്ടല്ലോ, ഞാനായിട്ട് എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത്? നേതൃത്വത്തിനെതിരെ എന്തിനാണ് ഞാൻ വെറുതെ വിളിച്ചു പറയുന്നത്? ഞാൻ ഒരു വിസിൽ ബ്ലോവർ ആകരുത്. ഇതൊക്കെയാണ് എല്ലാവരുടെയും ഫീലിംഗ്. പാർട്ടിയോടുള്ള അതിര് കഴിഞ്ഞ് ആത്മാർത്ഥത. അതുകൊണ്ട് മേലെത്തട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആരും തന്നെ പുറത്തു പറയാൻ തയ്യാറല്ലായിരുന്നു. അവിടെയാണ് ശ്രീ അൻവറിന്റെ ഇമ്പോർട്ടൻസ്. അദ്ദേഹത്തിന് അത് പുറത്തു പറയാനുള്ള ധൈര്യം ഉണ്ടായി. അതും ADGP അയക്കെതിരെയൊക്കെ പറയാന്ന് പറയുമ്പോൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. എത്ര ആലോചിച്ചിട്ടായിരിക്കും? വെറുതെ അങ്ങ് വിളിച്ചു പറയാൻ പറ്റുമോ? സ്വന്തം നിലയിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി പലരെ കൊണ്ടും അന്വേഷിപ്പിച്ച് അദ്ദേഹം തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു കഴിഞ്ഞ 1 വർഷമോ അല്ലെ 2 വർഷവുമായിട്ട്. വെറുതെ ഒരു മീഡിയ ചാനൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ പറയുന്ന പോലെ ഒന്നും വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം പറയുന്നതിൽ എവിടെയെങ്കിലും പാളിച്ച് പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം സീറ്റ് പോകും. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് എന്താണ് നടക്കുന്നത്? അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടെ ആദ്യം തുടങ്ങി, പിന്നെ ചാനലുകാരോട് പറയാൻ തുടങ്ങി, പ്രസ് കോൺഫറൻസ് പോലെയൊക്കെ ആയി. വേറെ മാർഗമൊന്നുമില്ല, ഇതേ ഏക മാർഗമുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് ഈ മാർഗം തിരഞ്ഞെടുത്തത്. ഇത്രയൊക്കെ ദിവസങ്ങളായിട്ടും, അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പ് വരെ അൻവർ MLA ഈ മീഡിയ ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ലായിരുന്നു. എന്തോ രാഷ്ട്രീയമായിട്ടുള്ള ചില അകത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി താഴ്ന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെയാണ് മീഡിയയും വിശ്വസിച്ചത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടോ 10 ദിവസമായിട്ടോ അദ്ദേഹം ഓരോ ദിവസവും ഒന്നിനു പുറകെ ഒന്നായിട്ട് തെളിവുകൾ പുറത്തുവിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പലർക്കും മനസ്സിലാകാൻ തുടങ്ങി ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എവിടെയോ എന്തോ ചിഞ്ഞു നാറുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് ഈ പ്രശ്നം ഇന്ന് വരെ ഇവിടം വരെ എത്തിയത്. ഇന്നലെ ആണെങ്കിൽ പോലും ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് നടപടി എടുത്താൽ എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞു. 3.5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട്, അവിധ ബന്ധമുണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അവനും അത് സമ്മതിച്ചില്ല. പിന്നീട് ഈ മരിച്ച റിദാനുമായിട്ട് വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല. ഇപ്പം തെളിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം. ഈ സംഭവം നടന്നു. ഈ പറയുന്ന എനിക്ക് ചോദിക്കാനുള്ളത് പോലീസുകാരോടല്ല, പോലീസിലെ ഹയർ ലെവലിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് മന്ത്രിസഭയോ അല്ലെങ്കിൽ പാർട്ടിയോ തീരുമാനം എടുത്ത് വേണ്ട ആക്ഷൻ എടുത്തോളൂ. എന്റെ ചോദ്യം കിഴങ്ങന്മാരായ പ്രതിപക്ഷത്തിനോടാണ്. ഇവരെന്തെടുക്കുമായിരുന്നു? കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഇവിടെ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേരോട് നടപ്പുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്നവർ പോലും ഇവിടെയുണ്ട്. സീനിയർ നേതാക്കന്മാരാണ്, MLA-മാരാണ്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഈ പോലീസുകാരൊക്കെ ആയിട്ട് SP മുതൽ മുകളിലേക്കുള്ള പൊസിഷനിലിരിക്കുന്ന പോലീസുകാരൊക്കെ ആയിട്ട് നല്ല കോൺടാക്ട് ഉണ്ടാവുമല്ലോ. ഒരു ഫ്രണ്ട്ലി കോൺടാക്ട്സ്. കാരണം ഈ പോലീസുകാരൊക്കെ ഇവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരല്ലേ. എന്നിട്ടും ഇവിടെ നടക്കുന്ന ഈ അനാവശ്യ പ്രവൃത്തികളെ കുറിച്ച്, ഈ പവർ മിസ്യൂസിനെ കുറിച്ച്, ഒരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്തൊരു ഉണ്ണാക്കന്മാരായി പ്രതിപക്ഷക്കാര്. ഞാൻ പേരെടുത്ത് പറയുകയാണ്. രമേശ് ചെന്നിത്തല, സുധാകരൻ, പിന്നെ VD സതീശൻ, ഇവരൊക്കെ വലിയ സീനിയർ ലീഡേഴ്സാണ്, പഴയ മന്ത്രിമാരൊക്കെയാണ്. ഇവരൊക്കെ വിചാരിച്ചിട്ടും ഒന്നും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ലേ? എന്തൊരു നാണക്കേടാണ്. ഇതെന്തോ പ്രതിപക്ഷമായത്. യൂത്ത് വിങ്, ചെറുപ്പക്കാരായ MLA-മാർ 3 വർഷമായിട്ട് 1-ാം പിണറായി മന്ത്രിസഭയുടെ കാര്യം മാറ്റി നിർത്തി. ഇവരുടെ പാർട്ടിയുടെ തലപ്പത്ത് എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയാനൂടെ ബാധ്യസ്ഥരല്ലേ? എന്തൊരു നാണംകെട്ട പണിയാണ് ഇവർ കാണിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, MLA-മാരും കൂടെ കൂട്ടി ഞാൻ പറയുന്നത്, ഇവർക്കൊക്കെ TV ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ആക്ഷൻ കാണിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മീഡിയയെ ഇൻഫോം ചെയ്തിട്ട് അവിടെ പോയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ജലപീരങ്കി അല്ലെങ്കിൽ പോലീസുകാരെ ലാത്തി ചാർജ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ന്യൂസ് ഉണ്ടാക്കുക, 1-2 ദിവസം അതിൻ്റെ പുറകെ നടക്കുക, എന്നിട്ട് പിന്നെ കുറേ കാലത്തേക്ക് വിശ്രമിക്കുക. ഇതാണ് യൂത്തന്മാരുടെ പരിപാടി. എല്ലാവരും കൂടി ചേർന്ന് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തി. ഇതൊന്നും ഇവർക്കില്ല. അതുകൊണ്ടുണ്ടായ ദോഷമൊക്കെയാണ് ഇത് കാണുന്നത്. ഇവിടെ ഈ കോൺഗ്രസ് പാർട്ടിക്കും ഈ പ്രതിപക്ഷത്തിനും ഒരു ശക്തമായ പ്രതിപക്ഷമാകാൻ സാധിച്ചിട്ടില്ല. അവർക്ക് എങ്ങനെയൊക്കെ 5 വർഷം കഴിഞ്ഞു കൂടണമെന്ന് മാത്രമേ ഉള്ളൂ. ഭരിക്കുന്ന ഈ CPM ആൻഡ് കമ്പനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിക്കും, അബദ്ധം കാണിക്കും, അതിൽ നിന്ന് ഞങ്ങൾക്ക് മുതലെടുക്കാം
ഇത്രയുള്ള അവരുടെ ചിന്ത. അല്ലാതെ ഇവിടെ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല. അവസാനം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ മുമ്പോട്ട് വരേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം. അയാൾ ചിന്തിക്കാതെ ഒന്നും പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പായിരുന്നു. പക്ഷേ ഇവിടുത്തെ ചാനലുകാർക്കും പൊതുജനത്തിനുമൊക്കെ അത് മനസ്സിലാക്കി വരാനായിട്ട് കുറെ കൂടുതൽ സമയമെടുത്തു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തായിരുന്നു? എന്റെ ഇനിയും തെളിവുകളുണ്ട്, ഇനിയിൽ ഓരോ ദിവസവും ഞാൻ തെളിവുകൾ പുറത്തുവിടും. ഇതൊക്കെ തലപ്പത്തും എത്തി, മുഖ്യമന്ത്രിയുടെ അടുത്തും എത്തി. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി ഇന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്? പോലീസിന്റെ മീറ്റിംഗിൽ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, അല്ലെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ലേ, ഈ ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടി വരികയാണെന്ന്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇവിടുത്തെ പോലീസിലുള്ളവർക്കോ വലിയ വലിയ സാർമാരെ പേടിയായതുകൊണ്ട് അവരുടെ ജോലി സുരക്ഷ ഓർത്തുകൊണ്ട് മുമ്പോട്ട് വന്ന് ഒന്നും പറയാനായിട്ട് പേടിയായിരുന്നു. ഈ കൂട്ടത്തിൽ കേൾക്കുന്ന വേറെ കുറെ കഥകളുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ്, അല്ലെങ്കിൽ സരിത എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, ഇങ്ങനെ പലതിലും ഈ ADGP കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചു വന്നു. എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടു. കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി ഇവിടുത്തെ മീഡിയകളെ കുറിച്ച്. ഏകദേശം 1.5 വർഷം മുമ്പ് ശ്രീ അൻവർ ചില കേസുകളൊക്കെ ആയിട്ട് വാർത്തകളുമായിട്ട് മുമ്പോട്ട് വന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് മറുനാടൻ ഷാജൻ എന്ന യൂട്യൂബറെ കുറിച്ചായിരുന്നു. ഷാജന്റെ ആവശ്യമില്ലാത്ത കുറ്റം പറച്ചിൽ, കള്ളവാർത്തകൾ, പിണറായി വിരുദ്ധത, മുഖ്യമന്ത്രിക്കെതിരെ കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്നു, ഇങ്ങനെ പലതും ശ്രീ അൻവർ പുറത്തു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പോലീസിന്റെ വയർലെസ് ചോർത്തി എന്നുവരെയുള്ള കേസ് അദ്ദേഹം ഫയൽ ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെയുള്ള യൂട്യൂബർമാരെല്ലാവരും ഇളകി, മീഡിയക്കാരിളകി. മീഡിയ സ്വാതന്ത്ര്യമില്ല, മറുനാടിനെ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചാനലുകാർ പ്രശ്നമുണ്ടാക്കി. 7 വർഷമായിട്ട് ചില്ലറ കേസുമായിട്ട് നടക്കുമല്ലായിരുന്നോ? വീണാ വിജയനെന്നോ അതല്ലെങ്കിൽ കരിമണലെന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു 10 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴൊക്കെ അത് വലിയ ഭയാനക വാർത്തകളാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു ഭീകരമായ പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ, ഇതൊക്കെ നടന്നപ്പോൾ ഇവിടുത്തെ മീഡിയക്കാർ ഇതൊന്നും കണ്ടില്ലേ? ഇവരെന്തെടുക്കുമായിരുന്നു? ഞങ്ങളാണ് ഇവിടെ കേരളം മുഴുവൻ നടത്തിക്കൊണ്ട് പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടിരുന്നത്, മന്ത്രിമാർക്കൊന്നും പ്രത്യേകിച്ച് വിവരമില്ല എന്നൊക്കെയല്ലേ ഇവിടുത്തെ മീഡിയക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഈ അൻവർ MLA പുറത്തു പറയുന്നിടം വരെ ഇവരെ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഒന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ. എന്തെടുക്കുമായിരുന്നു മീഡിയ നിങ്ങൾ എത്രയും കാലം? നിങ്ങൾ ആരോട് ഉത്തരം പറയും? നിങ്ങൾ ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ ബോസിനോടല്ല, ജനങ്ങളോടാണ്. ഈ ജാടയടിച്ച് നടക്കുമായിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനാണല്ലോ നിങ്ങൾ തമ്മിൽ. എന്തൊക്കെ കോമ്പറ്റീഷനായിട്ടും ജനങ്ങൾക്ക് വേണ്ട ഒരു വിവരം പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ. ഇപ്പം നിങ്ങൾ എന്നിട്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് ADGP എവിടെയാണ് കൊട്ടാരം പണിയുന്നതെന്ന് തപ്പി പാഞ്ഞു നടക്കുകയാണ്. അവിടെയും ആദ്യം ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. എപ്പോൾ? ഈ അൻവർ MLA പുറത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഇനിയും അൻവർ MLA കൂടുതൽ കാര്യങ്ങൾ പുറത്തു വിടും. ഇപ്പോഴിതാ ശ്രീ KT ജലീലും കൂടെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇവിടെ ആത്മാർത്ഥതയുള്ള, ജനങ്ങളോട് സ്നേഹമുള്ള, കേരളത്തോട് സ്നേഹമുള്ള രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻസ് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അഭിവാദ്യങ്ങൾ.